ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിത് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, പ്രത്യേകിച്ച് പണിയൊന്നുമല്ല, എന്നാലും നേരത്തെ എണീറ്റ്. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് ഇട്ടിട്ടുണ്ട്. ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം അതിനിട്ടിട്ടുണ്ട്. പക്ഷേ ഈ തണുപ്പായതുകൊണ്ട് വലിയ സംഭവമായിട്ട് പൊന്തിയിട്ടില്ല. ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കണ്ട ഇവിടെ ഇങ്ങനെ വന്നിട്ട് കണ്ട രോമാഞ്ചം കാണൂല, രോമമൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നു. ഭയങ്കര തണുപ്പാണ്. അച്ഛനും മക്കളൊക്കെ നല്ല ഉറക്കത്തിലാണ്. എന്താണ് നമുക്ക് വർത്തമാനം പറയാൻ പോലും പറ്റത്തില്ല തണുത്തിട്ട്. ചായ ഞാൻ ഉണ്ടാക്കി കുടിച്ചിട്ടാ, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ ഞാൻ വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചില്ല. നമുക്ക് ഓരോന്നായിട്ട് പണികൾ, പിന്നെ എനിക്കിന്ന് പണികൾ കുറവാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇന്നലെ നമ്മുടെ നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് വരെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സുച്ചേട്ടന് കൊണ്ടുപോകാനും എനിക്ക് ഉച്ചക്കാലത്തേക്ക് വരെ ഉണ്ട്. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാം. പിന്നെ ഇഡ്ഡലി ആയാലും അതേപോലെ തന്നെ റൈസ് ആയാലും മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് കൊടുക്കാം. പിന്നെ ചോറുണ്ട്, ഓൾറെഡി ചോറുണ്ട്. അപ്പോൾ എനിക്കിന്ന് പണികൾ വളരെ കുറവാണ്. അടുക്കളയിൽ പോയിട്ട് നേരെ ചെയ്തത് കെറ്റിലിൽ പോയിട്ട് വെള്ളം ചൂടാക്കുക എന്നുള്ളതാണ്. കെറ്റിലിൽ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാം. അതേപോലെ തന്നെ ചൂടുവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാചകങ്ങൾ കഴിയൂട്ടോ. പിന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് എന്തുട്ടാണ് എടുക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു മറവില്ലെങ്കിൽ പറയണേ. ഫ്രിഡ്ജ് തുറന്നിട്ട് ഞാൻ എന്തുട്ടാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും മറന്നു പോകാറുണ്ട്. ഒരു പച്ചമുളക് എടുക്കാനാണ് പോയത്. അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് നിന്നിട്ടാണ് കേട്ടോ പച്ചമുളകാണെന്ന് എനിക്ക് ഓർമ്മ വന്നത്. രാവിലെ ആയതുകൊണ്ട് റിലേ ഇത്തിരി കട്ടാണ് ഗൈസ്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ വേഗം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട്, അരിഞ്ഞല്ല അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ നമ്മുടെ എന്തിട്ടാണ് ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കുക്കറിലിട്ടിട്ട് അങ്ങനെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് ഉടച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന മസാല ദോശയുടെ ഗ്രേവി ഉണ്ടാവില്ല, അതേപോലെയാണ് ഉണ്ടാക്കുന്നത്. ഇതിവിടെ മസാല ദോശ ആക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ്. എന്നാലും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ എന്നിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. വേറെ മസാല പൗഡറൊന്നും ഇതിലിട്ടില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ എന്തിട്ടാ ഗരം മസാലപ്പൊടി മാത്രമേ ഇടുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്തിട്ടാ ബീട്രൂട്ട് ഇട്ടത് കാരണം കുറച്ച് നല്ല റെഡായിട്ടിരിക്കും. ബീട്രൂട്ട് ഇട്ടില്ലെങ്കിലും നല്ല മഞ്ഞയായിട്ടിരിക്കും കേട്ടോ. അപ്പം ഒരു ബീട്രൂട്ടും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ക്യാരറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ എടുത്തില്ലെങ്കിൽ അതങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് ഉണങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ മക്കൾക്ക് വേണ്ടി മാത്രം കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു തട്ട് ഇഡ്ഡലി മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ ഇഡ്ഡലി പാത്രം അടപ്പത്തോട്ട് വെച്ചിട്ട് ആ ഒരു ഇഡ്ഡലി അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ അടപ്പിൽ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് ബീട്രൂട്ടൊക്കെയാണ് കേട്ടോ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. എൻ്റെ മിക്കവാറും വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും 2 അടപ്പ് എപ്പോഴും ബിസി ആയിരിക്കും കേട്ടോ. എനിക്ക് ഒരു അടപ്പ് അങ്ങനെ നമുക്ക് കുറേ പണികൾ ചെയ്യാനുണ്ടെങ്കിൽ ഒരു അടപ്പ് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അവിടെ വെച്ചിട്ട് പോകാവുന്ന തരത്തിലുള്ള പണികളൊക്കെ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഇതിലായിട്ട് എടുത്ത് വെക്കും. ഇനിയിപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് തുമ്പിക്ക് ഇഡ്ഡലി ഒന്ന് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാകുമ്പോൾ അവൾ അങ്ങനെ മുറിച്ച് കൊടുക്കുമ്പോൾ തിന്നോളും. നമുക്കേ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തിട്ട് തുമ്പിക്ക് കൊണ്ടു കൊടുക്കാം കേട്ടോ. തിന്നാടത്തോളം തിന്നട്ടെ. തുമ്പി എണീറ്റിട്ടാ, ഞാൻ കുളിക്കണേക്ക് മുന്നേ തുമ്പി എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഡോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ടി വിയിൽ. കുഞ്ഞു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ തിന്നോട്ടെ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ ആ പൊന്തിയതിൽ നിന്ന് വെച്ചാൽ മറ്റേത് പൊന്തി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയും കൊണ്ട് എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ കിടന്ന് കാണുന്ന കുട്ടിയില്ലേ, അതാണ് കേട്ടോ എൻ്റെ തുമ്പിക്കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്തു, ആ ഇഡ്ഡലിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടാ. അതിലൊരു 7 കഷ്ണമെങ്കിലും ഉണ്ടാകും, അതിലൊരു 5 കഷ്ണമൊക്കെ തിന്നുള്ളൂ കേട്ടോ. 5 അല്ല 2, 3, 4 കഷ്ണമൊക്കെ തിന്നുള്ളൂ. എങ്കിലും അവൾക്കത് കൊടുക്കുമ്പോൾ എനിക്കൊരു മനസ്സമാധാനം. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇനി നമുക്ക് വാരി കൊടുക്കും കേട്ടോ. ഞാൻ എത്ര തന്നെ കൊടുത്താലും എനിക്ക് വാരി കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അത് സുക്രൂനായാലും തുമ്പിക്കായാലും അത് വേറെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മളെപ്പോഴും വാരിക്കൊടുത്ത് ശീലിക്കരുത്. ഞാൻ സുക്രൂന് കുറേ വാരിക്കൊടുത്ത് ശീലിച്ചാൽ അവനിപ്പോൾ ഒറ്റയ്ക്ക് തിന്നാൻ കുറച്ച് മടിയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴായി പിന്നെ ഒറ്റയ്ക്കൊന്ന് എന്തിട്ടാണ് തീറ്റിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളിലൊക്കെ പോവാറായി. അപ്പോൾ ഇനിയിപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഒറ്റയ്ക്കൊന്ന് ഭക്ഷണം കഴിപ്പിച്ചൊന്ന് ശീലിപ്പിക്കണം. അപ്പോഴേക്കിതേ നമ്മുടെ സംഭവങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലോട്ട് അങ്ങോട്ട് ഇടുക. പിന്നെ കുറച്ച് പൗഡേഴ്സ് ഇടുക. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അത് കഴിഞ്ഞാൽ നമ്മുടെ കറി പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ദോശ പരിപാടിയാണ്. അത് സുചേട്ടൻ കഴിക്കാനിരിക്കുമ്പോൾ മാത്രമാണ് ചൂടുക, അല്ലെങ്കിൽ അതിൻ്റെ ചൂട് പോവും.
നമ്മൾ കാസറോളിൽ ഇട്ടാലും അതിൻ്റെ ചൂട് പോകട്ടെ. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു കളർഫുൾ സംഭവമില്ലേ, നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ ബീറ്റ്റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ, നല്ല ഹെൽത്തി ഉണ്ടാകും. അതേപോലെ തന്നെ ക്യാരറ്റും ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. അങ്ങനെ ഇതൊന്ന് ഇളക്കാം. പിന്നെ പൗഡേഴ്സ് ഞാൻ സവാളയൊക്കെ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു പണി കഴിഞ്ഞ് പിന്നെ ഇന്നലത്തെ ബീഫ് ഒന്ന് ചൂടാക്കാനുണ്ട് സൂചിന് കൊണ്ടുപോകാനായിട്ട്. അപ്പം അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു. സത്യം പറയാലോ, ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വ്ലോഗ് എടുക്കണമുള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടാ. അപ്പം അതുകൊണ്ട് എനിക്ക് കുറവൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സൂചിനെ കൊണ്ടുപോകാനായിട്ട് ചോറും പിന്നെ എന്തിട്ടാ ബീഫ് കറിയൊക്കെ ചൂടാക്കിയിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്തിട്ടാ പിള്ളേർക്ക് അല്ല സുക്രൂന് ഞാൻ കാണില്ലേ, സുക്രൂന് ഞാൻ ഇഡ്ഡലി കൊടുത്തു. പിന്നെ തുമ്പിക്ക് ഇഡ്ഡലി അല്ല ചൂട് കഞ്ഞിയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തുമ്പിക്ക് ഫുഡ് കൊടുക്കട്ടെ. സുക്രൂന് അവിടെ ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് ഒറ്റയ്ക്കാണ് കേട്ടോ തീറ്റിക്കുന്നത് അന്ന്. അപ്പോൾ തിന്നുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. തുമ്പിക്ക് പോയിട്ട് ഭക്ഷണം കൊടുക്കട്ടെ. പിന്നെ എൻ്റെ പണികൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പണികൾ തീർന്നു. പണികളൊന്നുമില്ല, 2-3 പാത്രം കഴുകാനുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ തുമ്പിക്ക് പോയി കഞ്ഞി കൊടുക്കട്ടെ കേട്ടോ. പിന്നെ സുധിച്ചേട്ടനെ പറഞ്ഞു വിട്ടിട്ടൊക്കെ നമുക്ക് കാണാം. ഓക്കെ. പിന്നെ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ ചുടാന്നുള്ളതാണ്. ലൈവായിട്ട് ദോശ ചുട്ട് കൊടുക്കുവാണെങ്കിൽ അത്രയും ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കെട്ടിയവന്. അപ്പോൾ അതുകൊണ്ട് ലൈവായിട്ട് തന്നെ ദോശ ചുട്ട് കൊടുത്തു. അങ്ങനത്തെ ഞാനും കഴിക്കാനായിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ. അങ്ങനത്തെ ഞങ്ങളതൊക്കെ കഴിച്ചു. സുധിച്ചേട്ടനൊക്കെ പോയിട്ടാ. ഹലോ, രാവിലത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ മുങ്ങിയത് പോലെ ആയിപ്പോയി. കാരണം എന്നിട്ടാണ് പിന്നീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ടാണ് കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ പാചകമൊന്നുമല്ല, കുറച്ച് വേറെ അല്ലറ ചില്ലറ കാര്യങ്ങളായിരുന്നു. പിന്നെ അതേ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറായിട്ടാണ്. ഫുഡ് കഴിക്കാറായി. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വൈകുന്നേരം നമ്മുടെ നെയ്ച്ചോറും ബീഫും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ കഴിക്കുന്നത്. രാവിലെ ദോശയൊക്കെ കഴിച്ച് ഇപ്പോൾ 1 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. അതേപോലെ തന്നെ നെയ്ച്ചോറും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ബീഫ് ഒരു ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, അതിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. പിന്നെ ആവി പാത്രത്തിൽ നമ്മുടെ റൈസൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടാ. തൈര് ഒരു കുറച്ചുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മിൽക്ക് വെച്ചിട്ടുണ്ട്. തൈര് കുറച്ചുണ്ട്. ഇതിൽ സവാള ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു നെയ്ച്ചോറിൻ്റെ കൂടെ തിന്നാലുണ്ടല്ലോ, കറി ഒന്നും വേണ്ട. ആ ഒരു തൈരും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ ആ കാന്തക്കെന്ന് അറിയില്ല, അതുപോലെ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, അന്ന് ഞായറാഴ്ച മേടിച്ചതിൻ്റെ ബാക്കിയുള്ള ബീഫ് എടുത്തിട്ടാണ് ഇന്ന് വെച്ചത്. അപ്പോൾ ഇന്നലെ നല്ല ആവശ്യമായിട്ട് വൈകുന്നേരം കൂട്ടിയിട്ടാണ്. പിന്നെ ഇന്ന് സുധിച്ചേട്ടന് കൊടുക്കാനായിട്ട് പിന്നെ എനിക്കും കുറച്ച് വെക്കണ്ടേ. അപ്പോൾ കഷ്ടിച്ചാണ് കേട്ടോ ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും. സുധിച്ചേട്ടന് കുറച്ച് എന്നേക്കാളും കൂടുതൽ കൊടുത്തിട്ട് ഞാൻ കിച്ചേട്ടന്. പക്ഷേ ഇനി ബീഫല്ല, ചിക്കനായിരുന്നു ഞാൻ മുഴുവൻ കൊടുത്തേനെ. പക്ഷെ ബീഫാവുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് മാത്രം എനിക്കപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ. 2-3 കഷ്ണം മാത്രമേ ഉള്ളൂ ബീഫ്. ബാക്കി സൂചിയാണ് കൊടുത്തയച്ചല്ലോ. അപ്പോൾ ഞാനതൊന്ന് തൈരൊന്ന് ശരിയാക്കട്ടെ കേട്ടോ. ഫോൺ വിളിക്കട്ടെ. അയ്യോ,
അങ്ങനെ തൈരും സംഭവങ്ങളൊക്കെ സലാഡൊക്കെ ആക്കി ഞാൻ ദേ നല്ല ചൂട് നെയ്ച്ചോറ് നല്ല ചൂട് ബീഫ് കറി കേട്ടോ. എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കൊതിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയാനില്ല, ഞാനിപ്പോൾ ഇങ്ങനെ സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലപോലെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ ഇത് അരി വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ബസ്മതി അരി ഇപ്പോൾ എന്നാലും നല്ല ടേസ്റ്റാണ്. ജീരകശാല അരിയും കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. അങ്ങനെ ദേ നമ്മുടെ കച്ചമ്പറും കാര്യങ്ങളും പിന്നെ പപ്പടമൊക്കെ പൊടിഞ്ഞു പോയതാണ് കേട്ടോ. എന്നാലും പപ്പടം ഉണ്ടായാലും ഒരു രസമുള്ളൂ. പിന്നെ അച്ചാറൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തുമ്പിയുടെ ഒരു അനക്കം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് ചെന്ന് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ. പിന്നെ ഒരു വൈകുന്നേരത്തോട് കൂടി നമ്മൾ എന്തിട്ടാണ് പരിപ്പും പിന്നെ മുരിങ്ങാക്കോലയും മുരിങ്ങാക്കോലയും സംഭവമൊക്കെ ആയിട്ട് ഒരു കറി ഉണ്ടാക്കി അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. പുറത്തിരുന്ന് എന്തൊക്കെയൊക്കെ ഇരുന്ന് തിന്നുന്നുണ്ട്. ഹലോ, സമയം സന്ധ്യാനേരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ചിട്ട് കുറച്ച് നേരമായി. അപ്പോൾ വൈകുന്നേരം ചായ ഒന്നും തിളപ്പിച്ചില്ല, എന്തോ കുടിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഇന്നലെ സുധിച്ചേടൻ വന്നപ്പോൾ മധുരസേവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അഖിലയുടെ ഉത്സവത്തിന് പോയപ്പോൾ അവൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അവൾ കൊണ്ടുവന്ന മധുരസേവ എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. അല്ല, വലിയ ഇഷ്ടമില്ല എന്നല്ല, ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തിന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തിന്നാനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കുഴലപ്പില്ല, കുഴലപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മധുരം വെച്ചേക്കണ ഒരു ടേസ്റ്റാണ്. എല്ലാവരും തിന്നിട്ടുണ്ടാവും. ഞാനിത് അങ്ങനെ തിന്നിട്ടില്ല കേട്ടോ മധുരസേവ. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, ഫ്രഷാണ്. അപ്പോൾ അതിങ്ങനെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര ചൂട്, മഴക്കാറുണ്ട്. അപ്പോൾ പുറത്തിരുന്ന് വന്നിങ്ങനെ വെറുതെ തുമ്പി ഉറങ്ങുകയാണ്. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് അതൊക്കെ തിന്നാമെന്ന് വിചാരിച്ചു. സൂചിച്ചൊന്നും വന്നിട്ടില്ല. എൻ്റെ വ്ളോഗ് ഇന്നത്തെ അവിടെ എവിടെയും തോണ്ടിയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. കണ്ടിന്യൂസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഭക്ഷണം കഴിക്കുന്ന എടുത്തല്ല, ഉച്ചക്ക് ഫുഡ് എടുത്തു. അതിനുശേഷം ഞാൻ മുരിങ്ങാക്കോലും മാങ്ങയും തക്കാളിയും പരിപ്പൊക്കെ ഇട്ടിട്ടൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വൈകുന്നേരം ഒരു കാണിക്കാം. പിന്നെ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, കാണിക്കാം കേട്ടോ. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഷോർട്സ് ആണെങ്കിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഇത് ഈ ലോങ് വീഡിയോൻ്റെ ഉള്ളിൽ ഇടാം കേട്ടോ. അപ്പോൾ അത്രയോളം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ സുധിച്ചേട്ടൻ വരും, എപ്പോഴും കാണിക്കാറുള്ള പോലെ സുധിച്ചേട്ടൻ വരും. എന്തെങ്കിലും മീൻ കൊണ്ടുവന്നിട്ടുണ്ടാകും, അതൊന്ന് വറുക്കണം. അപ്പോൾ ആ ഒരു ചാറുകറിയും മീൻ വറുത്തതുമാണ് പിന്നത്തെ ഒരു ഭക്ഷണം. എന്നിട്ട് നമ്മൾ ചോറ് തിന്നും കിടന്നുറങ്ങും. അല്ലാണ്ട് ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. ഇനിയും നല്ലൊരു വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. പിന്നെ സുധിച്ചേട്ടനൊക്കെ വന്നേ പപ്പടമൊക്കെ വറുത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ട്. അപ്പം അന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.